യെ കെണിയിൽ കുടുക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുംബൈയിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, സാധിക്കുന്നത് പൗലോസിൻ്റെ കള്ളത്തരങ്ങൾ എല്ലാം അലീന പിടികൂടുന്നതാണ്. അതായത് പൗലോസ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ഞെട്ടിക്കുന്ന ചതി അലീന തിരിച്ചറിയുകയാണ് എന്ന് കാണാം. അതിനുശേഷം അലീനയാണെങ്കിൽ പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പൗലോസേട്ടാ, നിങ്ങൾക്ക് ശമ്പളം നല്ല പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ മോഷ്ടിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം പൗലോസ് തല താഴ്ത്തി നിൽക്കുകയാണ്. ഇതാണോ നിങ്ങളുടെ അടുക്കള എന്ന് നിങ്ങൾ പലതവണ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ പോകും? ഇങ്ങനെ എല്ലാം കള്ളത്തരത്തിലൂടെ സ്വന്തമാക്കുന്ന ഒരാളെ ആര് വിശ്വസിക്കാനാണ് എന്ന് ചോദിക്കുന്നു. വെറുതെയല്ല ഞാൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി തള്ളിച്ച എന്ന് പറയുന്നു. കാരണം നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പിടികൂടിയാലോ എന്നുള്ള പേടിയായിരുന്നല്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പേടി കാരണമല്ലേ നിങ്ങൾ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാത്തത് എന്ന് ചോദിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അപ്പോഴും പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. അതല്ല, ഇത്ര നേരം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പൗലോസേട്ടാ, നിങ്ങൾ വളരെ വലിയ സ്വരത്തിലൊക്കെ എന്നെ എതിർത്തുകൊണ്ടിരുന്നതാണല്ലോ, ഇപ്പോൾ ഇതെന്തു പറ്റി? പുലി പൂച്ചയായി മാറിയോ എന്ന് ചോദിക്കുകയാണ് എന്ന് കാണാം. പറയ് പൗലോസേട്ടാ, എത്ര പൈസ നിങ്ങളിങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും പപ്പയുടെ കയ്യിൽ നിന്നും ഉണ്ടാക്കി എന്തിനു വേണ്ടി എടുത്തു, ആർക്ക് കൊടുത്തു എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ ചോദിക്കുന്നതും പൗലോസ് മിണ്ടാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ വല്യപ്പച്ചനാണെങ്കിൽ, എടാ കള്ള നായിൻ്റെ മോനെ, നിന്നോടല്ലടാ മറുപടി പറയാനായിട്ട് പറഞ്ഞത്, എന്താടാ നിനക്ക് മറുപടി പറഞ്ഞാൽ കുഴപ്പം എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. നിന്നെ പോലെ വൃത്തികെട്ടവന്മാരെ വെക്കരുതെന്ന് ഞാൻ ലാലിച്ചനോട് പലതവണ പറഞ്ഞതാണ്. എന്നിട്ടോ അവൻ വെച്ചത് നിന്നെ, വിശ്വസിച്ചത് നിന്നെ. എന്നിട്ടും നീ എന്താടാ അവന് ചെയ്തു കൊടുത്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കൂടാ എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കും. സത്യം പറ, ഇത് ഇന്നു മുതലാണ് നീ ഇത് തുടങ്ങിയത്? ആര് പറഞ്ഞിട്ടാ? എന്തിനു വേണ്ടിയാ? എന്തോരം പൈസ ഉണ്ടാക്കി എന്നെല്ലാം നമ്മുടെ ഔതക്കുട്ടിയും ചോദിക്കുന്നു. ഈ തർക്കം കേട്ടുകൊണ്ട് സ്റ്റാലിനും വന്നെത്തുന്നു. സ്റ്റാലിനും സംഭാഷണവും വിവരവും ഒക്കെ അറിയുന്നു. ഇതിന് തുടക്കം കുറിക്കുന്നത് തന്നെ പൗലോസാണ് എന്ന് കാണാം. പൗലോസിന് മര്യാദയ്ക്ക് അലീനയെ അനുസരിച്ചാലായിട്ട് മതി. പക്ഷേ പൗലോസ് അലീനയെ അനുസരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വഷളാകുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയുടെ ചിലവിൽ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങളും പലചരക്കും പച്ചക്കറിയും ഒക്കെ മേടിക്കാനായിട്ട് ജോലിക്കാർ പോവുകയാണ് എന്ന് കാണാം. പോയി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് അധികമായ വിലയാണ് എന്ന് അലീന മനസ്സിലാക്കുന്നു. അല്ല പൗലോസേട്ടാ, ഇതെന്താണ് രണ്ടിരട്ടി വിലയൊക്കെ ഇട്ടിരിക്കുന്നത്? അതിനുള്ള സാധനവുമില്ല, എന്താണ് കാര്യം, നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും
ഇല്ലല്ലോ കുഞ്ഞെ, ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ ലിസ്റ്റ് കൊടുക്കും, മേടിക്കും, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഇത് ഈ കടക്കാരൻ്റെ ചതിയായിരിക്കാം. അയാളപ്പോൾ നിരന്തരമായിട്ട് നിങ്ങളെ ചതിക്കുന്നുണ്ടായിരിക്കാമല്ലേ. കഴിഞ്ഞ കുറച്ച് ബില്ലുകളൊക്കെ പപ്പയിൽ നിന്ന് വാങ്ങി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്ന് പറയുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, വാ നമുക്ക് ആ ചതിച്ച ആളുടെ കടയിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നു. അയാളെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമല്ലോ, വെറുതെ നമ്മുടെ പൈസ അയാൾ പുട്ടടിക്കരുതല്ലോ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ അവർക്കാണെങ്കിൽ വരാനായിട്ട് ഒരു മടിയുണ്ട് എന്ന് അലീന മനസ്സിലാക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ അലീന ചോദിക്കുന്നുണ്ട്, എന്തേ പൗലോസേട്ടാ ഒരു മടി മാതിരി, എന്താ കാര്യമെന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഒന്നുമില്ല കുഞ്ഞെ, ഒന്നുമില്ല, വാ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാമെന്ന് പറയുന്നു. അല്ല, നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം എന്ത് മറച്ചു പിടിക്കാൻ, ഞങ്ങൾ ഒന്നും തന്നെ മറച്ച് പിടിക്കുന്നില്ല എന്ന് പറയുകയാണ് പൗലോസ്. എന്നാൽ ശരി, വണ്ടിയിലേക്ക് കയറ്റിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റുന്നു. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും കേട്ടോ, പറഞ്ഞില്ല എന്ന് വേണ്ട. എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പറയണം. നിങ്ങളുടെ അഭിമാനം വരെ ചിലപ്പോൾ ചോദ്യം ചെയ്തെന്ന് വരാം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ പൗലോസ് സത്യം പറയുന്നു. അങ്ങനെ ആ രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. തുടർന്ന് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി കൊന്തോരം പൈസ നീ എടുത്തു എന്ന് സ്റ്റാലിൻ ചോദിക്കുമ്പോൾ അത് റീത്താമ്മ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. റീത്താമ്മ തനിക്ക് ഇടയ്ക്കൊക്കെ സഹായങ്ങൾ ചെയ്യാറുണ്ടെന്നും പറയുന്നു. ഇതേ സമയം റീത്തയ്ക്കെതിരെ അലീന കേസ് കൊടുക്കുകയും പൈസ മോഷ്ടിച്ചതിന് പരാതി കൊടുക്കുകയും ചെയ്യുകയാണ്. അതിനായിട്ട് ഒരു കെണി തന്നെ അലീന സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്ന് കാണാം. പൗലോസിനെ കൊളുത്തിയിട്ട് തന്നെയാണ് അലീന വലിയ മീനായ റീത്തയെ കുരുക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.